ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ വിന്താലു തയ്യാറാക്കാം. ഈ റെസിപ്പി ഇഷ്ടമായാൽ ഡെലീഷ്യസ് റെസിപ്പീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇന്നത്തെ ഈ റെസിപ്പിക്ക് വേണ്ടി ആദ്യം നമുക്കൊരു മസാല തയ്യാറാക്കണം. 3/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകുമാണ് ഇപ്പോൾ ചേർത്തത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. വെളുത്തുള്ളി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. 7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അടുത്തതായി ചേർക്കുന്നത് കാശ്മീരി മുളകാണ്. 7 കാശ്മീരി മുളകാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളകാണ് ചേർത്തത്. 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അല്പം വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. 1/2 കിലോ ചിക്കനാണ് ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടി ഞാൻ എടുത്തത്. ഇതിലേക്ക് കുറച്ച് നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഏകദേശം 2 ടേബിൾ സ്പൂൺ പേസ്റ്റാണ് ഇതിലേക്ക് ചേർത്തത്. നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് 1 മണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് വിന്താലു തയ്യാറാക്കിയെടുക്കാം. ഒരു കടായിൽ 4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചത്. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും 1 ഏലക്കായും 2 ഗ്രാമ്പൂവും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു സവാളയാണ് ചേർക്കുന്നത്. ഒരു വലിയ സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണിത്. ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള വഴന്നു വരുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കൻ വിന്താലു തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന ചിക്കൻ കറികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണിതിന്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. അപ്പോൾ ഈ ഗോവൻ സ്റ്റൈൽ ചിക്കൻ വിന്താലു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കാനായിട്ട് മറക്കരുത്. സവാള നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർക്കുന്നത്. ഇപ്പോൾ സവാള ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഞാനിത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം ഈ ഒരു പേസ്റ്റ് വഴറ്റിയെടുക്കേണ്ടത്. കുറച്ച് സമയമെടുക്കും ഇത് നല്ലതുപോലെ ഒന്ന് വഴന്നു വരുന്നതിന്. ഇപ്പോൾ ഈ സവാളയുമായിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണ തെളിയുന്നത് വരെയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയും മസാലയും എല്ലാം നല്ലതുപോലെ വഴറ്റിയെടുത്ത ശേഷം ഒരു തക്കാളി ഇതിലേക്ക് ചേർക്കാം. വളരെ ചെറിയ ഒരു തക്കാളിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തത്. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. ഇപ്പോൾ നമുക്ക് ഈ തക്കാളി ഈ മസാലയുമായിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത്. ഇടയ്ക്കൊന്ന് വ്യത്യസ്തമായിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ ചിക്കൻ വിന്താലു ഒന്ന് തയ്യാറാക്കി നോക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേർത്തത്.
പഞ്ചസാരയ്ക്ക് പകരം അല്പം ശർക്കര ചേർത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ ചേർത്തിട്ട് ഈ മസാലയുമായിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ചിക്കൻ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്യുന്നതാവും നല്ലത്. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് ഈ ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്യുന്നതാവും നല്ലത്. ഞാനിപ്പോൾ 1 മണിക്കൂറാണ് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം ഇത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് ചെറിയ തീയിലാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ചിക്കനിൽ നിന്ന് വന്ന വെള്ളമാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഞാനിതിലേക്ക് ചൂടുവെള്ളം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമുള്ളത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ചൂടുവെള്ളം ചേർക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ മസാലയുടെ കളർ കണ്ടില്ലേ? ഇത് കാശ്മീരി ചില്ലി ഉപയോഗിച്ചതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു കളർ കിട്ടിയത്. ഞാനിപ്പോൾ 1 കപ്പ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസിന് എല്ലാവരും ഈ വിന്ദാലു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചിക്കനിലും മാത്രമല്ല, പോർക്ക്, മട്ടൻ, ബീഫ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടും വിന്ദാലു നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഗോവൻ സ്റ്റൈൽ ചിക്കൻ വിന്ദാലു ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു 7 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. ചൂടുവെള്ളം ഒഴിച്ച ശേഷം ഒരു 7 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ചിക്കൻ അനുസരിച്ച് ഇത് വേവിച്ചെടുക്കുന്നതിൻ്റെ സമയത്തിലൊക്കെ വ്യത്യാസം വരാം. എനിക്കിവിടെ കിട്ടുന്ന ചിക്കൻ 20 മിനിറ്റ് കൊണ്ട് നല്ലതുപോലെ വെന്ത് കിട്ടും. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഞാനിത് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇത് നോൺ സ്റ്റിക്ക് കടായി ആയതുകൊണ്ട് അടിയിലൊന്നും പിടിക്കില്ല. എങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഈ ചിക്കൻ വിന്ദാലു ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണെങ്കിൽ എത്രയാണോ ഗ്രേവി ആവശ്യമുള്ളത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിലർക്ക് ഇത് നല്ലതുപോലെ ചാറ് കുറുകിയിരിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചാറ് ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ചിക്കൻ വിന്ദാലുവിൻ്റെ കളറ് ഇത്രയും വരാനുള്ള കാരണം ആ കാശ്മീരി മുളകാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ കാശ്മീരി മുളക് വെച്ച് തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഒരു കറിക്ക് ആദ്യം നമ്മൾ അരച്ചെടുത്ത ജീരകത്തിൻ്റെയും ഉലുവയുടെയും കടുകിൻ്റെയും ഒക്കെ ആ ഒരു നല്ലൊരു ഫ്ലേവറുണ്ട്. അതിൽ നമ്മൾ വിനാഗിരിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് ഈ ചിക്കൻ വിന്ദാലുവിന്. ഞാനിവിടെ 7 കാശ്മീരി മുളകാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 7 മുതൽ 10 വരെ കാശ്മീരി മുളക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കുരുമുളക് ചേർക്കുമ്പോൾ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. അത് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് അല്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ആവാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ വിന്ദാലു ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു.
അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്